ഫസ്റ്റ് ഹാഫിൽ 1-0 പുറകിൽ പോകുന്നു. സെക്കൻഡ് ഹാഫിൽ 4-1 വിജയം. എന്താണ് ഈ ചങ്ങായിമാർ കാണിക്കുന്നത്? എന്താണ് ഈ അൻസി ഫ്ലിക്ക് ഡ്രസ്സിംഗ് റൂമിൽ ഹാഫ് ടൈമിൽ പോകുന്ന സമയത്ത് എന്താണ് ഈ പ്ലേയേഴ്സിന് കൊടുക്കുന്നത്? വല്ല കുത്തി വെക്കുന്നുണ്ടോ എന്ന് റയൽ മാഡ്രിഡ് മറ്റേ പരിപാടി പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. ഇപ്പോൾ ബാഴ്സ ആരാധകർ വരെ ഗ്രൂപ്പുകളിൽ പറഞ്ഞാണ് ഈ കളി മിക്കവാറും സമനിലയിൽ അവസാനിക്കുള്ളൂ. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ 4-1 ഗംഭീര സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഇവരെന്തിനാണ് കളിക്കാറുള്ളത്? ഫസ്റ്റ് ഹാഫിലൊന്ന് ഫുൾ ഉഴപ്പല, മിസ്പാസുകളും അതേപോലെ തന്നെ എതിർ ടീമിന് അവസരങ്ങൾ കൊടുക്കുക. സെക്കൻഡ് ഹാഫിൽ വന്ന് പിന്നെ എതിർ ടീമിനെ കളി കാണിക്കാതെ വിജയം. യമാലും ലെവൻഡോസ്കിയും റഫീനയും എല്ലാം 3 പേരും ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു മാച്ചിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അതേപോലെ റാഷ്ഫോർഡിന്റെ കിഡിലൻ ഒരു വെടിക്കെട്ട് ഫ്രീ കിക്ക് ഗോൾ കൂടി ആയപ്പോൾ 4-1 വിജയമാണ് നേടിയത്. അപ്പൊ എങ്ങനെയാണ് ബാഴ്സലോണയെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം അവർക്കെതിരെ ഗോൾ അടിക്കരുതെന്നുള്ളതാണ് ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുക ബാഴ്സലോണ, ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്.